പക്ഷാഘാത രോഗികൾക്ക് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് സ്പാസ്റ്റിസിറ്റി അഥവാ മസിലിനുണ്ടാകുന്ന വലിച്ചിൽ. ഈ മസിലിന് വലിച്ചിലുണ്ടാകുമ്പോൾ രോഗിക്ക് കൈ നിവർക്കുവാനും അതേപോലെ തന്നെ നടക്കുവാനും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഇത് പരിഹരിക്കുന്നതിനായി പലതരത്തിലുള്ള ചികിത്സകളുണ്ടെങ്കിലും ബോട്ടോക്സ് ഇഞ്ചക്ഷൻ, ഫീനോൾ ഇഞ്ചക്ഷൻ തുടങ്ങി 2 ഇഞ്ചക്ഷൻസാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ബോട്ടോക്സ് ഇഞ്ചക്ഷൻ അഥവാ ബോട്ടുലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ വളരെയധികം ചിലവുള്ളതും ഏതാണ്ട് ഒരു വയലിന് അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഏതാണ്ട് 25,000 മുതൽ 30,000 രൂപ വരെ ചിലവുണ്ടായിട്ടുള്ളതാണ്. അതേസമയം ഫീനോൾ ബ്ലോക്ക് എന്നുള്ള ഈ പ്രൊസീജിയർ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതും, പക്ഷേ ഇതിനുള്ള ഒരു നീഡിൽ മാത്രം വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഈ നീഡിൽ ഉപയോഗിച്ച് 5% ഫീനോള് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള സ്പാസമുള്ള ഈ മസിൽ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അത് നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനും പ്രത്യേക യന്ത്രത്തിൻ്റെ സഹായത്താൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയും ഈ ലൊക്കേറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഈ ഫീനോൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യും. ഫീനോൾ ഇഞ്ചക്ഷന് ശേഷം ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ രോഗിയുടെ മസിലിനുള്ള മാംസപേശികൾക്കുള്ള ബലം പിടുത്തം കുറയുകയും നടക്കുന്നതിനായി കുറച്ചുകൂടെ സുഗമമാവുകയും ചെയ്യുന്നു. കാലിന് ഉപയോഗിക്കുന്ന ചലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് CPM ലോവർ ലെഗ് എന്നിട്ടുള്ള മെഷീൻ. ഈ മെഷീനിൽ നമുക്ക് കൃത്യമായിട്ട് എത്ര ഡിഗ്രിയിൽ കാല് ചലിപ്പിക്കണം, മുട്ട് വളയ്ക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യുവാൻ സാധിക്കും. അത് എത്ര മിനിറ്റ് നമുക്ക് വേണം എന്ന് ഉള്ളതും നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യുന്നതിനായി സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ഈ മെഷീനാണ് CPM ഫോർ ദ ലെഗ്. അതേപോലെ തന്നെ നമ്മുടെ കൈയുടെ ഫങ്ഷൻസ് നമുക്ക് എത്ര ഡിഗ്രിയിൽ ആംഗിൾ എൽബോ മൂവ് ചെയ്യണം, റിസ്റ്റ് മൂവ് ചെയ്യണം, ഷോൾഡർ മൂവ് ചെയ്യണം എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് രോഗിക്ക് ചെയ്യാവുന്ന ഒരു മെഷീനാണ് അപ്പർ ലിം CPM മെഷീൻ. ഇതും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ത്യയിലാണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളൂ. കൈക്കും കാലിനും ഒരുപോലെ മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഒരു മെഷീനാണ് റീഹാബ് ട്രെയിനർ. റീഹാബ് ട്രെയിനറിൽ രോഗിക്ക് എത്ര ശക്തിയിൽ ചെയ്യണം എന്നും കൂടെ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും. രോഗിക്ക് വളരെ കുറവ് ശക്തി മാത്രമേ പക്ഷാഘാതത്തിന് ശേഷം വന്നിട്ടുള്ളൂ എങ്കിൽ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സസ്പെൻഷൻ ഗിയർ. ഇതിൽ സ്പ്രിങ്ങുകളുടെ സഹായത്തോടു കൂടിയും കെട്ടുന്ന സസ്പെൻഷൻ മെറ്റീരിയലിൻ്റെ സഹായത്താലും നമ്മൾ കൈക്കും കാലിനും മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ്. ടിൽ ടേബിൾ എന്ന് പറയുന്ന ഈ ഉപകരണം നമുക്ക് എത്ര ഡിഗ്രിയിൽ രോഗിയെ നിർത്തണം എന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷാഘാതം വന്ന രോഗിക്ക് കുറേ നാൾ കിടക്കയിൽ കിടന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവർക്ക് തലകറക്കം അനുഭവപ്പെടും, അഥവാ അവരുടെ പൾസ് നഷ്ടപ്പെടും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കുന്നതിനായി മെഷീൻ്റെ സഹായത്തോടു കൂടി കൃത്യമായ ആംഗിളിൽ ഈ രോഗിയെ പിടിച്ച് നിർത്തുവാൻ നമുക്ക് സാധിക്കും. ഒരു രോഗി നടക്കുമ്പോൾ ആ രോഗിക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് രോഗിക്കറിയില്ല, പക്ഷേ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളുടെ നടത്തം ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഐവെയർ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുകയും അത് രോഗിയുടെ കണ്ണിൻ്റെ മുന്നിൽ ഏതാണ്ട് 56 ഇഞ്ച് സ്ക്രീനിൽ പോലെ തന്നെ കാണത്തക്ക രീതിയിൽ ഉപയോഗിക്കുന്നതാണ് വീഡിയോ ഐവെയർ. ഇത് രോഗിയെ ധരിക്കുകയും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ട്രെയിൻ ചെയ്യുന്ന തെറാപ്പിസ്റ്റ് കാണുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ രോഗിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതുവഴി രോഗിയുടെ നടത്തം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് ഈ വീഡിയോ ഐവെയർ ഉപയോഗിക്കുന്നത്. ഇതിന് വീഡിയോ ഫീഡ്ബാക്ക് തെറാപ്പി എന്നാണ് നമ്മൾ പറയുക. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.